ക്ലർക്കുമാരുടെയും ടൈപ്പിസ്റ്റുമാരുടെയും ജോലിഭാരം ഇനി കുറക്കാം. ഒന്നാമതായി, ഏതു ഭാഷയിലെയും ഹാൻഡ് റിട്ടൺ ഡോക്യുമെന്റിനെ ടെക്സ്റ്റ് ആക്കാം. രണ്ടാമതായി, ഏതുതരം കത്തുകളും അപേക്ഷകളും സെക്കൻഡുകൾക്കുള്ളിൽ തയ്യാറാക്കാം. മൂന്നാമത്, ഇമേജിലും PDF-ലുമുള്ള ടേബിൾ കണ്ടന്റുകൾ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റാം. നാലാമതായി, പല റിപ്പോർട്ടുകളെ ഒറ്റ ഡോക്യുമെന്റായി സംയോജിപ്പിക്കാം. 5. ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ ഇനി വളരെ വേഗത്തിൽ ചെയ്യാം. അവസാനമായി, ഇംഗ്ലീഷും മലയാളവും കലർത്തി സംസാരിച്ചാലും കൃത്യമായി വോയിസ് ടൈപ്പ് ചെയ്യാം. ഹാൻഡ് റിട്ടനായ ഒരു ഡോക്യുമെന്റ് എങ്ങനെ നിമിഷനേരം കൊണ്ട് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റാക്കി മാറ്റാം എന്ന് നോക്കാം. ഇതിനായി ആദ്യം നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഉള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ ജെമിനി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ഗൂഗിൾ ജെമിനിയുടെ ഒഫീഷ്യൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജെമിനിയുടെ മെയിൻ ഇന്റർഫേസിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ താഴെ ഇടതുവശത്തായി കാണുന്ന ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അപ്ലോഡ് ഫയൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഗാലറിയിലോ ഫോൾഡറിലോ ഉള്ള ഹാൻഡ് റിട്ടൺ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഹാൻഡ് റിട്ടൺ ഇമേജ് ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത ഇമേജുകളോ PDF-കളോ ഒക്കെ ഇതേപോലെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഫയൽ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ താഴെ കാണുന്ന ചാറ്റ് ബോക്സിൽ നമ്മൾ കൃത്യമായ ഒരു പ്രോംപ്റ്റ് നൽകണം. ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് ദിസ് ഈസ് എ മലയാളം ഹാൻഡ് റിട്ടൺ ഇമേജ് എക്സ്ട്രാക്ട് ടെക്സ്റ്റ് ഓൺലി എന്ന പ്രോംപ്റ്റ് ആണ്. ഇനി ആരോ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിമിഷ നേരം കൊണ്ട് തന്നെ ചിത്രത്തിലെ കൈപ്പടയിലുള്ള എഴുത്തുകളെല്ലാം കൃത്യമായി ജെമിനി ടൈപ്പ് ചെയ്ത് തന്നിരിക്കും. ഇനി നമുക്ക് ഇത് ഈസിയായി ഉപയോഗിക്കാം. ഇതിന് താഴെയുള്ള ഈ കാണിച്ചിരിക്കുന്ന കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യുക. ഇത് യൂണിക്കോഡ് ഫോർമാറ്റിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേർഡ് ഡോക്യുമെന്റ് ഫയലിലേക്കോ അല്ലെങ്കിൽ ഓഫീസുകളിൽ ഉപയോഗിക്കുന്ന ഓഫീസ് പോർട്ടലിലേക്കോ നേരിട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്തി നിങ്ങൾക്ക് ഇത് ഉടൻ തന്നെ ഉപയോഗിക്കാം. ടൈപ്പിംഗ് ജോലി ഇത്ര എളുപ്പമാക്കുന്ന ഈ വിദ്യ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അടുത്തത്, നമുക്ക് അത്യാവശ്യമായി വരുന്ന ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു ലെറ്ററിനുള്ള മറുപടിയോ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാം എന്നതാണ്. ആദ്യം നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൽ ജെമിനി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജെമിനി ഇന്റർഫേസിലേക്ക് വരിക. എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് വ്യക്തമായി താഴെ കാണുന്ന ചാറ്റ് ബോക്സിൽ നമ്മൾ കൃത്യമായ ഒരു പ്രോംപ്റ്റ് നൽകുക. കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഒരു റോഡിന് പേരിടണം എന്നാവശ്യപ്പെട്ട് നൽകുന്ന ഒരു ലെറ്ററാണ് തയ്യാറാക്കുന്നത്. ടൈപ്പ് ചെയ്ത ശേഷം വലതുവശത്തുള്ള ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിമിഷ നേരം കൊണ്ട് വളരെ പ്രൊഫഷണലായ രീതിയിൽ മലയാളത്തിൽ ലെറ്റർ തയ്യാറാക്കി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി താഴെ കാണുന്ന കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വേർഡ് ഫയലിലോ മറ്റോ പേസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തി പ്രിന്റ് എടുക്കാവുന്നതാണ്. അടുത്തതായി, നമുക്ക് വരുന്ന കത്തിന് പെട്ടെന്ന് AI ഉപയോഗിച്ച് എങ്ങനെ മറുപടി തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസർ തുറന്ന് അതിൽ ജെമിനി ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഏത് കത്തിനാണോ മറുപടി വേണ്ടത് ആ കത്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ വായ്പ സംബന്ധിച്ച ഒരു ഗവൺമെന്റ് സർക്കുലർ ആണ്. അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ കൃത്യമായ ഒരു പ്രോംപ്റ്റ് നൽകണം. ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്താൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ജെമിനി നമുക്ക് മനോഹരമായ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തു തരും. ഇനി ഇത് താഴെ കാണുന്ന കോപ്പി ബട്ടൺ ഉപയോഗിച്ച് കോപ്പി ചെയ്യാം. ശേഷം വേർഡ് ഫയലിലേക്ക്
പേസ്റ്റ് ചെയ്ത് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇതുപോലെ വന്നിട്ടുള്ള കത്തുകൾക്ക് മറുപടി നൽകാനോ പുതിയ ഡ്രാഫ്റ്റുകൾ ഉണ്ടാക്കാനോ ജെമിനി നമുക്ക് വളരെ സഹായകമാണ്. ഓഫീസുകളിലെ ക്ലർക്കുമാർക്കും ടൈപ്പിസ്റ്റുമാർക്കും ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇമേജുകളിലോ PDF-ലോ ഉള്ള വലിയ ടേബിളുകൾ വീണ്ടും ടൈപ്പ് ചെയ്യുക എന്നത്. എന്നാൽ ഇനി ഇത് ടൈപ്പ് ചെയ്ത് സമയം കളയേണ്ടതില്ല. മിനിറ്റുകൾക്കുള്ളിൽ ഇത് എങ്ങനെ എഡിറ്റബിൾ ടേബിളാക്കി മാറ്റാമെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു PDF ഫയലാണെങ്കിൽ അതൊരു PDF to JPG കൺവെർട്ടർ ഉപയോഗിച്ച് ഇമേജുകളാക്കി മാറ്റുക. കാരണം ജെമിനി പോലുള്ള AI ടൂളുകൾക്ക് വലിയ PDF ഫയലുകളേക്കാൾ വേഗത്തിൽ ഡാറ്റ റീഡ് ചെയ്യാൻ കഴിയുന്നത് ഇമേജുകളിൽ നിന്നാണ്. ഇനി ജെമിനി ഓപ്പൺ ചെയ്ത് അപ്ലോഡ് ഫയൽ വഴി ഈ ഇമേജുകൾ അപ്ലോഡ് ചെയ്യാം. ഒരു സമയം 5 ഇമേജുകൾ വീതം നൽകുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ തെറ്റുകൾ കൂടാതെ ഡാറ്റ കൃത്യമായി ലഭിക്കും. ഇമേജ് അപ്ലോഡ് ചെയ്ത ശേഷം താഴെ പറയുന്ന രീതിയിൽ പ്രോംപ്റ്റ് നൽകുക. ഇത് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. ജെമിനി ആ ഇമേജിലുള്ള എല്ലാ വിവരങ്ങളും ഒരു ടേബിൾ രൂപത്തിൽ താഴെ നൽകുന്നതാണ്. സമയം ലാഭിക്കുവാൻ വേണ്ടി വീണ്ടും ജെമിനി ഓപ്പൺ ചെയ്ത് അടുത്ത സെറ്റ് ഇമേജുകൾ ഉണ്ടെങ്കിൽ വീണ്ടും 5 വീതം അപ്ലോഡ് ചെയ്ത് ഇതേ പ്രോംപ്റ്റ് തന്നെ നൽകുക. അങ്ങനെ എത്ര വലിയ ഡാറ്റയും നമുക്ക് എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. ജെമിനി തയ്യാറാക്കി തന്ന ടേബിളിന് താഴെയുള്ള കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യാതെ തന്നെ എല്ലാ വിവരങ്ങളും കൃത്യമായ അലൈൻമെൻറ്റിൽ എക്സലിൽ ലഭ്യമാക്കാം. അങ്ങനെ മണിക്കൂറുകൾ എടുക്കുന്ന ജോലി ഇനി വെറും നിമിഷങ്ങൾക്കുള്ളിൽ തീർക്കാവുന്നതാണ്. പല ഓഫീസുകളിൽ നിന്നും വരുന്ന വ്യത്യസ്ത റിപ്പോർട്ടുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു മെയിൻ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നത് വലിയൊരു തലവേദനയാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു നിയമസഭാ ചോദ്യത്തിന് 4 വ്യത്യസ്ത ഓഫീസുകളിൽ നിന്ന് കിട്ടിയ മറുപടി എങ്ങനെ ക്രോഡീകരിക്കാം എന്ന് നോക്കാം. ഇതിനായി നമ്മൾ വീണ്ടും ജെമിനി AIയുടെ സഹായമാണ് തേടുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ലഭിച്ച ആ 4 റിപ്പോർട്ടുകളും PDF അല്ലെങ്കിൽ ഇമേജ് ജെമിനിയിലേക്ക് അപ്ലോഡ് ചെയ്യുക. നിയമസഭാ ചോദ്യവും അതിന് വന്ന മറുപടികളും എല്ലാം ഇതിലേക്ക് നൽകാം. നമ്മൾ നൽകുന്ന പ്രോംപ്റ്റ് വളരെ കൃത്യമായിരിക്കണം. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ എന്താണെന്ന് തുടക്കത്തിൽ തന്നെ ഒന്ന് വിവരിക്കുന്നത് ജെമിനിക്ക് കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മറുപടി കൂടുതൽ കൃത്യത ഉറപ്പാക്കും. ഇതിനുശേഷം ആരോ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിമിഷങ്ങൾക്കുള്ളിൽ ആ 4 റിപ്പോർട്ടുകളിലെയും ഒരംശം പോലും വിട്ടുപോകാതെ വളരെ കൃത്യമായ രീതിയിൽ ജെമിനി ഒരു കത്ത് തയ്യാറാക്കി തന്നിരിക്കുന്നതായി കാണാം. ഇനി ഈ കത്ത് കോപ്പി ചെയ്ത് ഒരു വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് മാറ്റാം. ഔദ്യോഗികമായ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതുമാത്രം മാറ്റി നമുക്കിത് പ്രിൻ്റ് എടുക്കുകയോ ഇമെയിൽ അയക്കുകയോ ചെയ്യാം. മണിക്കൂറുകൾ ഇരുന്ന് ടൈപ്പ് ചെയ്തുണ്ടാക്കേണ്ട റിപ്പോർട്ടുകൾ ഇനി വെറും സെക്കൻഡുകൾക്കുള്ളിൽ റെഡിയാക്കാവുന്നതാണ്. നമ്മൾ വോയിസ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അവയുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഭാഷകൾ കലർത്തി സംസാരിക്കുമ്പോൾ, ഉദാഹരണത്തിന് മലയാളവും ഇംഗ്ലീഷും കൂടി, അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് തരാൻ പലപ്പോഴും ഈ ആപ്പുകൾക്ക് സാധിക്കാറില്ല. ഒന്നിൽ കൂടുതൽ ഭാഷകളെ ഒരേ സമയം തിരിച്ചറിഞ്ഞ് കൃത്യമായി ടൈപ്പ് ചെയ്തെടുക്കാൻ AIയുടെ സഹായത്തോടുകൂടി നമുക്ക് സാധിക്കും. അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ChatGPT ആണ്. അത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ ChatGPT എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ChatGPTയുടെ ഇൻ്റർഫേസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇനി ശ്രദ്ധിക്കുക, വോയിസ് ടൈപ്പിംഗ് ഫീച്ചർ കിട്ടണമെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്.
മുകളിൽ വലതുഭാഗത്തായി കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ താഴെ മെസ്സേജ് ബോക്സിന് അരികിലായി ഈ മൈക്രോഫോൺ ഐക്കൺ കാണാൻ സാധിക്കൂ. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷകൾ സംസാരിക്കാം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഭാഷകൾ ഏതൊക്കെയാണെന്ന് എഐക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയാൽ ആ ഭാഷയിലുള്ള വോയിസ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നൽകാൻ എഐക്ക് സാധിക്കും. പ്ലീസ് ടൈപ്പ് ഇൻ English and Malayalam language. Voice typing in ChatGPT allows users to enter text by speaking instead of typing. When you tap the microphone icon on your phone or enable voice input on your computer, your device uses built-in speech recognition technology to convert spoken words into written text. ChatGPTയിൽ വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കുന്നത് ടൈപ്പ് ചെയ്യുന്നതിന് പകരം സംസാരിച്ച് ടെക്സ്റ്റ് നൽകുന്നതിനാണ്. ഫോണിൽ മൈക്രോഫോൺ ഐക്കൺ അമർത്തുകയോ കമ്പ്യൂട്ടറിൽ വോയിസ് ഇൻപുട്ട് സജീവമാക്കുകയോ ചെയ്താൽ ഉപകരണത്തിലെ സ്പീച്ച് റെക്കഗ്നിഷൻ സാങ്കേതികവിദ്യ സംസാരിക്കുന്ന വാക്കുകൾ എഴുതിയ ടെക്സ്റ്റാക്കി മാറ്റും. റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റെക്കോർഡ് ചെയ്തവ മുഴുവനും ടൈപ്പ് ചെയ്ത് വരുന്നതായി കാണുവാൻ സാധിക്കും. ChatGPT തയ്യാറാക്കി നൽകിയ ഈ ടെക്സ്റ്റ് അവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്യുക. ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഒരു വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഇത് പേസ്റ്റ് ചെയ്യുക. ഇനി ഇതിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളോ തിരുത്തലുകളോ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം അത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം വരികൾ ക്രമീകരിച്ച ശേഷം ഈ ഡോക്യുമെന്റ് സേവ് ചെയ്യുകയോ പ്രിന്റ് എടുക്കുകയോ ചെയ്യാവുന്നതാണ്.